പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കൊച്ചുത്രേസ്യ സ്പിരിച്വൽ സെൻ്ററിനു വേണ്ടി നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. നമ്മൾ ഏകദേശം 100-ൽ പരം വീഡിയോസ് ചെയ്തു കഴിഞ്ഞു. ഒടുവിൽ 45 ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ വളർത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ആയുർദൈർഘ്യ മനഃശാസ്ത്രം അഥവാ ലൈഫ് സ്പാൻ സൈക്കോളജിയെക്കുറിച്ചുള്ള എപ്പിസോഡുകൾ ആരംഭിക്കുകയാണ്. ഇന്ന് 1ാമത്തെ എപ്പിസോഡാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ലൈഫ് സ്പാൻ സൈക്കോളജി അഥവാ ആയുർദൈർഘ്യ മനഃശാസ്ത്രം എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ ആ കുട്ടിയുടെ വളർച്ച, മരണം വരെയുള്ള കാലഘട്ടത്തെയാണ് ലൈഫ് സ്പാൻ സൈക്കോളജി അഥവാ ആയുർദൈർഘ്യ മനഃശാസ്ത്രം എന്ന് നമ്മൾ പറയുക. വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ, കുട്ടി അമ്മയുടെ ഉദരത്തിൽ ഉരുവായി 15 ആഴ്ച കഴിയുമ്പോൾ തുടങ്ങി കുട്ടിക്ക് ജീവൻ, കുട്ടി അമ്മയുടെ ഓരോ സ്പന്ദനങ്ങളും അറിയുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ വികാസം, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ കുട്ടിക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവും ബുദ്ധിപരവുമായിട്ടുള്ള വികാസത്തെയും മാറ്റത്തെയുമാണ് ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് നമ്മൾ പറയുക. കുറേ വളർച്ച നമുക്കറിയാം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് പിറക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറേ വളർച്ചകൾ സ്വാഭാവികമാണ്. സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന വളർച്ചകൾ, ശരീരമുണ്ടാകുന്നു, കൈകാലുകൾ വയ്ക്കുന്നു, കണ്ണുകൾ, ചെവികൾ, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതെല്ലാം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന വളർച്ചയാണ്. എന്നാൽ സ്വാഭാവികമല്ലാതെ ഉണ്ടാകുന്ന വളർച്ചയുമുണ്ട്. കുട്ടിയുടെ ജനന സമയം മുതൽ നമുക്കറിയാം, കുട്ടി ഇടപഴകാൻ പോകുന്ന സമൂഹം ആദ്യമായിട്ടുള്ളത് കുടുംബമാണ്. അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന സമയം മുതൽ, അതുപോലെ കുട്ടി ആദ്യമായിട്ട് കാണുന്ന അമ്മ, അപ്പൻ, വീട്ടിലുള്ള മറ്റു വ്യക്തികൾ, അങ്ങനെ കുട്ടി സമൂഹ ജീവിതം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടിക്ക് ലോകത്തെ ആദ്യമായിട്ട് കാണുമ്പോഴുള്ള അസ്വസ്ഥതകളൊക്കെ എപ്പോഴും ഉണ്ടാകും. അപ്പം അമ്മയുടെ ഗർഭപാത്രത്തിൽ കുട്ടിക്ക് 28 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള ചൂടിൽ, അതായത് തണുപ്പുമില്ല ചൂടുമില്ലാതെ കുട്ടി അങ്ങനെ ജീവിച്ചു വളരുകയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്കറിയാം, 9 മാസം കഴിയുമ്പോൾ, അത് ഏറിയും കുറഞ്ഞുമിരിക്കാം, കുട്ടി ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ കുട്ടി ആ നിമിഷം മുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അമ്മയുടെ ഉദരം ഒരു AC മുറി പോലെയാണ് എന്നാണ് പറയുക. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടി ഭൂമിയിലേക്ക് വരുമ്പോൾ കുട്ടി അനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ, പിന്നെ അമ്മയുടെ, അപ്പൻ്റെ പ്രകടനങ്ങൾ, ജീവിതങ്ങൾ, കൂടെയുള്ളവർ, ഇങ്ങനെ കുട്ടി വളരുകയാണ്. അപ്പോൾ കുട്ടി ഉണ്ടാകുന്ന എല്ലാ വികാസത്തിനും മാറ്റത്തിനും അമ്മയുടെ ഉദരം മുതൽ കാരണമായിട്ട് തീരുകയാണ്. അങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കറിയാം, ബുദ്ധിപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്, സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്, സാംസ്കാരികമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ഇതെല്ലാം അനുഭവിച്ചാണ് ഒരു കുട്ടി വളർന്നു വരിക. നമ്മൾ ചുമ്മാ അങ്ങനെ കാണുന്നത് പോലെയല്ല. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ദൈവമാണ് ജീവൻ നൽകുന്നത്. അമ്മയുടെ ഉദരത്തിലൂടെ അപ്പൻ്റെയും അമ്മയുടെയും ശാരീരികമായിട്ടുള്ള ബന്ധത്തിലൂടെ ലഭിക്കുന്ന ആ ദൈവിക ജീവൻ, നമ്മളുടെ വിശ്വാസം അനുസരിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ മനുഷ്യൻ അമ്മയും അപ്പനും, സ്ത്രീയും പുരുഷനും പങ്കുകാരായി തീർന്നുകൊണ്ട് ദൈവത്തോടൊപ്പം വളർത്തിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ലോകത്തിലേക്ക് കടന്നു വരിക. എങ്കിലും
എല്ലാം മനുഷ്യനെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. എല്ലാ മനുഷ്യനെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ആ സമയം മുതൽ, അതായത് ജനിക്കുന്ന സമയം മുതൽ കുട്ടി കാണുന്നതെല്ലാം, കേൾക്കുന്നതെല്ലാം, അനുഭവിക്കുന്നതെല്ലാം കുട്ടിയുടെ ജീവിതമായിട്ട് തീരുകയാണ്. അപ്പോൾ ജനന സമയം മുതൽ, അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയം മുതൽ, സർവോപരി 15 ആഴ്ച കഴിയുന്ന നിമിഷം മുതൽ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സ്പന്ദനങ്ങളും കുട്ടിയുടെ ജീവിതമായിട്ട് തീരുകയാണ്. അത് കുട്ടിയുടെ വികാസത്തിനും അതുപോലെ മാറ്റത്തിനും കാരണമായിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, ബുദ്ധിപരമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ഒരു കുട്ടി വളർന്നു വരുന്നതെങ്കിൽ അമ്മ ഡോക്ടർ, അപ്പൻ എഞ്ചിനീയർ, വീട്ടിലുള്ളവരൊക്കെ ഉന്നത വിദ്യാഭ്യാസമുള്ളവർ, അപ്പോൾ വേറൊരു സാഹചര്യമാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഒരു നിവൃത്തിയില്ല, മാതാപിതാക്കന്മാർക്ക് വിദ്യാഭ്യാസമില്ല, സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല. അവിടെയും വളർന്നു വരാനിരിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ആകുന്ന സമയം മുതൽ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ വേണം, അതിന് അമ്മയ്ക്ക് ആരോഗ്യം വേണം. അമ്മയുടെ ആരോഗ്യത്തിൽ നിന്നാണല്ലോ കുട്ടി ഓരോ ദിവസവും സ്വീകരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ആകെത്തുകയാണ് കുട്ടി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ. പിന്നെ അവൻ്റെ ഓരോ നീക്കങ്ങളും നമുക്കറിയാം. ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം അവൻ അല്ലെങ്കിൽ അവൾ അമ്മയെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അമ്മയുടെ മുലപ്പാൽ, അമ്മയുടെ സ്പന്ദനങ്ങൾ, അമ്മയുടെ സംസാര പ്രകൃതികൾ ഓരോന്നും കുട്ടി കണ്ടു. വേറെ കുട്ടിക്ക് ആശ്രയിക്കാനായിട്ട് മറ്റൊന്നുമില്ലാത്ത ഒരു അവസ്ഥ, ഒരു സാഹചര്യത്തിലൂടെയാണ് കുട്ടി ഈ ആശ്രയത്തിൽ നിന്ന് സ്വയം പര്യാപ്തിയിലേക്ക് വളരുന്ന ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് ജനന സമയം മുതൽ 7 വയസ്സ് വരെ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് പഠിക്കും. അപ്പോൾ അവർ കണക്കാക്കുന്നതനുസരിച്ച് ജനനം മുതൽ കൗമാരം വരെയുള്ള കാലഘട്ടം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആശ്രയത്തിലാണ് കുട്ടി വളർന്നു വരുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കുട്ടി അനുഭവിക്കുന്ന സന്തോഷങ്ങൾ, സമാധാനം, ശാന്തി, സ്വസ്ഥത, ഐക്യം, കുട്ടിയുടെ കുടുംബമാകുന്ന സമൂഹം, പിന്നെ കുട്ടി പതിയെ വളർന്നു വരികയല്ലേ. വളർന്നു വരുന്ന സാഹചര്യത്തിൽ കുട്ടിക്കുണ്ടാകുന്ന ബന്ധങ്ങൾ, അതുപോലെ അനുഭവങ്ങൾ, സുഹൃത്തുക്കൾ, ഇതെല്ലാം കുട്ടിയുടെ സാംസ്കാരിക വളർച്ചകൾ, അതിനെ സമൂഹം നൽകുന്ന, കുട്ടിക്ക് നൽകുന്ന പ്രോത്സാഹനങ്ങൾ, ഇതെല്ലാം കുട്ടി കണ്ടും കേട്ടും നോക്കിയും സംസാരിച്ചും വളർന്നു വരുന്ന ഒരു വലിയ കാലഘട്ടത്തിൻ്റെ ഒരു ആകെത്തുകയാണ് നമുക്ക് ആയുർദൈർഘ്യ മനഃശാസ്ത്രം അഥവാ ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പറയാനായിട്ട് സാധിക്കുക. സൈക്കോളജി പഠിക്കുമ്പോൾ ഒത്തിരി ഇൻട്രസ്റ്റ്, താല്പര്യം തോന്നും. ഒരു കുട്ടിയുടെ വളർച്ചയിൽ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ആ നിമിഷം മുതൽ കുട്ടി വളർന്നു വരുമ്പോൾ ഇത്രയധികം കാര്യങ്ങൾ വേണമായിരുന്നോ ഒരു കുട്ടിക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഓരോ കുട്ടിയുടെയും ആ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ആ നിമിഷം മുതലുള്ള സന്ദർഭങ്ങളെല്ലാം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഓരോ അമ്മയും, ഓരോ പിതാവും, ഓരോ കുടുംബവും ഗർഭപാത്രത്തിൽ കുട്ടി ഉരുവാകുന്ന നിമിഷം മുതൽ എത്രത്തോളം ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു, സർവോപരി ആ കുട്ടിയെ ഉദരത്തിൽ വഹിക്കുന്ന അമ്മയ്ക്ക് എന്നുള്ള ആ വലിയ ചിന്തയിലേക്കാണ് ആയുർദൈർഘ്യ മനഃശാസ്ത്രത്തിൻ്റെ ആദ്യഘട്ടം നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുക. അപ്പോൾ ആയുർദൈർഘ്യ മനഃശാസ്ത്രം അല്ലെങ്കിൽ ലൈഫ് സ്പാൻ സൈക്കോളജിയെക്കുറിച്ച് നമ്മളിനി അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, നാളെ നമുക്ക് മറ്റൊരാൾ ചോദിക്കണം എന്താണ് ഈ ലൈഫ് സ്പാൻ സൈക്കോളജി അഥവാ ആയുർദൈർഘ്യ മനഃശാസ്ത്രം എന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഒരു കുട്ടി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ മരണം വരെ ആ കുട്ടി വ്യക്തിയായിട്ട് തീരുമ്പോൾ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന വികാസങ്ങളും മാറ്റങ്ങളും ആണ്. അത് കുറേയെല്ലാം സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. നമുക്കറിയാം, മൃഗങ്ങൾ, പക്ഷികൾ എല്ലാം, നമ്മുടെ പ്രകൃതി, സസ്യലതാദികളൊക്കെ വളർന്നു വരുന്നൊരു സ്വാഭാവികതയുണ്ട്. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുണ്ട്. എന്നാൽ
മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്താണ്? ബുദ്ധിയാണ്, ജ്ഞാനമാണ്. അപ്പം അതുകൊണ്ട് അവൻ്റെ മാനസികവും ബുദ്ധിപരവും സാമൂഹികവും സാംസ്കാരികവും ഭൗതികവും കൾച്ചർ പരമായിട്ടും എല്ലാം അവനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വളർച്ച എന്ന് പറയുമ്പോൾ ഒരുപാട് ഘടകങ്ങളുടെ ആകെത്തുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വലിയ സംഭവത്തിലേക്കാണ് നമ്മൾ ഇന്ന് കാലെടുത്തു വയ്ക്കുന്നത്. ആയുർദൈർഘ്യ മനഃശാസ്ത്രം അഥവാ ലൈഫ് സ്പാൻ സൈക്കോളജി എന്നു പറഞ്ഞാൽ ഏറ്റവും ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കണം, ആർക്കും പറയാം, ഒരു കുട്ടി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയം മുതൽ മരണം വരെയുള്ള ആ കുട്ടിയിൽ സംഭവിക്കുന്ന വികാസങ്ങൾ, പരിണാമങ്ങൾ, മാറ്റങ്ങളാണ് ലൈഫ് സ്പാൻ സൈക്കോളജി. ഇത് അമ്മയുടെ ഉദരത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് മാത്രമല്ല, എല്ലാ ഘടകങ്ങളും ഇതിന് സമൂഹം, കുടുംബം, വിദ്യാഭ്യാസം, അതുപോലെ സാംസ്കാരികമായിട്ടുള്ള തലങ്ങൾ, അവൻ ബന്ധപ്പെടാവുന്ന അല്ലെങ്കിൽ അവൾ ബന്ധപ്പെടാവുന്ന എല്ലാ മേഖലകളും ആ കുട്ടിയുടെ വികാസത്തിനും മാറ്റത്തിനും കാരണമാകുന്നുണ്ട് എന്നുള്ള ഒന്നാമത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകണം, എല്ലാവരും കേൾക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞ് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ ഇത് മറ്റുള്ളവർക്കും മനസ്സിലാക്കാനായിട്ട് ഒരമ്മ അല്ലെങ്കിൽ ഒരു അപ്പൻ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അവരാരംഭിക്കുന്ന ജീവിതം, അവരിലൂടെ സംഭവിക്കാൻ പോകുന്ന സമൂഹത്തിന്, ലോകത്തിന് നൽകാൻ പോകുന്ന ഒരു ജന്മം എത്രത്തോളം മനോഹരമായിരിക്കണം, അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട്, ബോധ്യങ്ങൾ ഉണ്ടാകുവാനായിട്ട് അച്ഛൻ്റെ ക്ലാസ് ഉപകാരപ്പെടുന്നുവെന്ന് വിശ്വസിക്കുന്നതിൽ സന്തോഷമുണ്ട്. അടുത്ത എപ്പിസോഡ് 2 കടക്കുന്നതുവരെ സർവശക്തൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.